ഹലോ, മേക്കപ്പിനായി ക്ലൈൻ ഡ്രേപ്പിങ്ങും സ്കിൻ അനാലിസിസും നടത്തുന്നതിനെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് മേക്കപ്പിനായി ക്ലൈൻ ഡ്രാപ്പിങ്ങും സ്കിൻ അനാലിസിസും പഠിക്കാൻ കഴിയും. ഡ്രാപ്പിംഗ് എന്താണെന്നും ആദ്യം നമുക്ക് നോക്കാം. ഡ്രാപ്പിംഗ് എന്നാൽ ക്ലൈൻറ്റ് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ശരീരത്തിൻ്റെ മേലെ ക്യാപ്പ് ഇടുന്നതാണ്. ഡ്രാപ്പിങ്ങിൻ്റെ ഉദ്ദേശവും പ്രധാനവും എന്താണ്? ക്ലയൻറ്റുകളുടെ സൗകര്യവും സുരക്ഷയും ഒരു സലൂണിൻ്റെ മുൻഗണനയാണ്. ഇതെല്ലാം കോസ്മെറ്റോളജി സേവനങ്ങളിൽ എല്ലായ്പ്പോഴും പരിഗണിക്കേണ്ടതാണ്. ഡ്രാപ്പിംഗ് ക്ലയൻറ്റിനെ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ക്ലയൻറ്റിൻ്റെ വസ്ത്രങ്ങൾ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. കോസ്മെറ്റോളജി സേവനങ്ങളിൽ ക്ലയൻറ്റിൻ്റെ കംഫോർട്ടും സംരക്ഷണവും എപ്പോഴും പരിഗണിക്കണം. ശരിയായ ഡ്രാപ്പിംഗ് ഇല്ലെങ്കിൽ തലയോട്ടിയിലെ ബാക്ടീരിയൽ അണുബാധ വെള്ളത്തിൽ കലരുന്നു. ക്ലയൻറ്റിൻ്റെ കഴുത്തിലേക്കും തോളിലേക്കും ഒഴുകും. ഷാമ്പുകളിൽ നിന്നോ ബ്ലീച്ചിൽ നിന്നോ സലൂൺ കെമിക്കൽസിൽ നിന്നോ ഉണ്ടാകുന്ന പൊള്ളലിൽ നിന്നും ഇറിറ്റേഷനിൽ നിന്നും ശരീരത്തിൻ്റെ മുകളിലെ ചർമ്മത്തെ ഡ്രാപ്പുകൾ സംരക്ഷിക്കുകയും അലർജി റിയാക്ഷൻസ് തടയുകയും ചെയ്യുന്നു. ഡ്രാപ്പ് മുടിയെയും രാസവസ്തുക്കളെയും ക്ലയൻറ്റിൻ്റെ വസ്ത്രത്തിൽ നിന്ന് അകറ്റുന്നു. ബ്ലീച്ച്, പെർമനൻ്റ് ഹെയർ കളർ എന്നിവ വിലയേറിയ വസ്ത്രത്തെ മാറ്റാനാകാത്ത വിധം നശിപ്പിക്കും. മുടിയും സ്കിൻ തട്ടുമ്പോൾ ചൊറിച്ചലിന് കാരണമാകുന്നു. ഇത് ക്ലയൻറ്റിന് അസ്വസ്ഥതയുണ്ടാക്കാം. ശരിയായ ഡ്രാപ്പിംഗ് വഴി ഇത് തടയാം. ക്ലയൻറ്റിനെ ഇൻഫെക്ഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിനാണ് ഡ്രാപ്പ് സഹായിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. അസുഖങ്ങൾ ക്ലയൻറ്റിൻ്റെ വസ്ത്രങ്ങൾ സംരക്ഷിക്കാൻ ഡ്രാപ്പ് സഹായിക്കും. ഒരു ക്ലയൻറ്റിൻ്റെ തോളിൽ ഒരു ക്യാപ്പ് വയ്ക്കുന്നത് അവരുടെ വസ്ത്രത്തിൽ നിന്ന് മുടി ഒഴിവാക്കാനുള്ള ഒരു മാർഗം എന്നതിലുപരി കൂടുതൽ പ്രയോജനപ്രദമായ ഒഴിച്ചുകൂടാനാവാത്ത ആരോഗ്യ നടപടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിനായി ഒരു ക്ലയൻറ്റിനെ ഡ്രാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. സർവീസിനായി മെറ്റീരിയലുകളും സപ്ലൈകളും തയ്യാറാക്കുക. കൈകൾ സാനിറ്റൈസ് ചെയ്യുക. കഴുത്തിലെയും മുടിയിലെയും എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്ത് സൂക്ഷിക്കാൻ ക്ലയൻറ്റിനോട് ആവശ്യപ്പെടുക. ക്ലയൻറ്റിൻ്റെ മുടിയിൽ നിന്ന് ക്ലിപ്പുകൾ നീക്കം ചെയ്യുക. ക്ലയൻറ്റിൻ്റെ കോളർ ഉള്ളിലേക്ക് തിരുകുക. ഇനി അനുയോജ്യമായ ഡ്രാപ്പിംഗ് പ്രൊസീജിയർ നോക്കാം. 3 തരം ഡ്രാപ്പിംഗ് രീതികളുണ്ട്. ഡ്രൈ ഡ്രാപ്പുകൾ കനം കുറഞ്ഞ നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ ക്വിക്ക് സ്പ്രിറ്റിനപ്പുറം കെമിക്കലോ വെള്ളമോ ആവശ്യമില്ലാത്ത സേവനങ്ങൾക്കായി ഉപയോഗിക്കുന്നു. വെറ്റ് ഡ്രിപ്പുകൾ വാട്ടർ പ്രൂഫാണ്. ഷാമ്പുകൾക്കായി ഉപയോഗിക്കുന്നു. ഷാംപൂ ഡ്രേപ്പിംഗ്, വെറ്റ് ഡ്രാപ്പിംഗ്, ഷാംപൂ സ്റ്റൈലിങ്ങിനോ ഷാംപൂ ഹെയർ കട്ടിങ്ങിനോ ഉപയോഗിക്കുന്നു. ബ്ലീച്ച്, കളറിംഗ് ഏജന്റുകൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കളെ കെമിക്കൽ ഡ്രാപ്പുകൾ പ്രതിരോധിക്കും. കൂടുതൽ കവറേജിനായി അവ സാധാരണയായി ശരാശരി ക്യാപ്പുകളേക്കാൾ നീളവും വിശാലവുമാണ്. വെറ്റ് ആൻഡ് കെമിക്കൽ ഡ്രാപ്സ് പ്രത്യേകം തയ്യാറാക്കിയ തുണിത്തരങ്ങളുടെ കീഴിൽ വരുന്നു. ചർമ്മത്തിൽ നിന്ന് തുണി ഒഴിവാക്കുന്നത് ക്യാപ്പിൻ്റെ കോളറിൽ നിന്ന് കീഴിൽ ഒരു ടവൽ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ നെക്ക് സ്ട്രിപ്പ് ഉപയോഗിക്കുന്നു. സ്കിൻ അനാലിസിസ് ചെയ്യുന്നതിന് കൺഫ്യൂസിങ്ങും എക്സ്പേർട്ടുകളാൽ ചെയ്യുന്നതുമാണ്. എന്നാൽ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയാൽ അതിനെ നന്നായി പരിപാലിക്കുന്നത് എളുപ്പമാകും. ഒരു കലാകാരൻ തൻ്റെ കലയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിന് സമാനമായി മുഖസൗന്ദര്യം കാഴ്ചക്കാരന് കാണിക്കുന്ന ഒരു ക്യാൻവാസാണ് ചർമ്മം. ചർമ്മത്തെ 5 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഓയിലി സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. ഇനി നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനെ കുറിച്ച് പഠിക്കാം. നോർമൽ സ്കിന്നിനെ യൂഡെർമിക് എന്നും വിളിക്കുന്നു. സ്കിൻ നല്ല ബാലൻസ്ഡ് ആണെന്നാണ് ഇതിനർത്ഥം. ഈ സ്കിൻ എണ്ണമയമുള്ളതോ വരണ്ടതോ അല്ല. ഈ സ്കിൻ ടോണിൽ pH നിലയും സെബം ഉൽപാദനവും ബാലൻസായി ഉണ്ടാകും.
നോർമൽ സ്കിൻ സ്മൂത്തും ഇക്വാലം ബ്ലെമിഷ് ഫ്രീയും മുൻപുള്ളതുപോലെ ചർമ്മം തിരികെ വരാൻ ആവശ്യമായ ഇലാസ്തികതയുമുണ്ട്. ഈ തരത്തിലുള്ള ചർമ്മത്തിൽ ചുളിവുകൾ പ്രായത്തിനനുസരിച്ച് മാത്രമേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. നോർമൽ സ്കിൻ തരത്തിനായുള്ള മേക്കപ്പ് ടിപ്പുകൾ. നിങ്ങളുടെ മേക്കപ്പിന് സുഗമമായ ഒരു ബേസ് ഉണ്ടാക്കുന്നതിനും കൂടുതൽ സമയം നിൽക്കുന്നതിനും ആദ്യം ഒരു പ്രൈമർ ഉപയോഗിക്കുക. ഡ്രൈ സ്കിന്നിൽ നാച്ചുറൽ ഓയിലിൻ്റെ കുറവുകളാൽ ലോലമായി അനുഭവപ്പെടുന്നു. തൊലിപ്പുറത്ത് പാടുകളും ചെറിയ സുഷിരങ്ങൾ ഉള്ളതിനാൽ അടരുകളുള്ളതുമായി കാണപ്പെടുന്നു. ഡ്രൈ സ്കിന്നിന് ചില മേക്കപ്പ് ടിപ്പുകൾ ഇതാ. ഡ്രൈനസ് തടയുന്നതിന് ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസിംഗ് ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുക. സ്കിന്നിൽ ജെന്റിൽ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഉപയോഗിക്കുക. ഈർപ്പം വർദ്ധിപ്പിക്കാൻ ഒരു ഹൈഡ്രേറ്റിംഗ് സെറം അല്ലെങ്കിൽ ഫേഷ്യൽ ഓയിൽ ഉപയോഗിക്കുക. കറുത്ത പാടുകൾ, മുഖക്കുരു, വികസിച്ച സുഷിരങ്ങൾ എന്നിവയാൽ ഓയിലി സ്കിൻ കട്ടിയുള്ളതാകുന്നു. സെബാസിയസ് ഗ്ലാൻസിന്റെ അമിത പ്രവർത്തനം കാരണം ചർമ്മത്തിൽ ആവശ്യത്തിലധികം എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഡെയിലി ക്ലൻസിംഗ് കാരണം ഓയിലി സ്കിൻ തിളക്കമുള്ളതും ഡീഹൈഡ്രേറ്റഡും ആയിരിക്കും. ഓയിലി സ്കിന്നിന് ചില മേക്കപ്പ് ടിപ്പുകൾ ഇതാ. സ്കിൻ സ്ട്രിപ്പിംഗ് ഒഴിവാക്കാൻ മൃദുവായതും ഉണങ്ങാത്തതുമായ ക്ലെൻസർ ഉപയോഗിക്കുക. എണ്ണ ചേർക്കാതെ സ്കിൻ ഹൈഡ്രേറ്റഡായി നിലനിർത്താൻ ലൈറ്റ് വെയ്റ്റ് നോൺ ഗ്രീസി മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. എക്സസ് ഓയിൽ നിയന്ത്രിക്കാൻ ഓയിൽ ഫ്രീ പ്രോഡക്റ്റ് ഉപയോഗിക്കുക. കോമ്പിനേഷൻ തരത്തിലുള്ള ചർമ്മത്തിൽ T ആകൃതിയിലുള്ള ഒരു സോൺ, നെറ്റി, മൂക്ക്, താടി എന്നിവ ഉണ്ടായിരിക്കും. ഇത് താരതമ്യപ്പെടുത്തുമ്പോൾ കവിളുകൾ എണ്ണമയമുള്ളതും വരണ്ടതുമായിരിക്കും. വ്യത്യസ്ത ഓയിൽ ലെവൽ കൈകാര്യം ചെയ്യാൻ ചർമ്മത്തെ അമിതമായി ഡ്രൈ ആകാതെ എക്സസീവ് ഓയിൽ നീക്കം ചെയ്യുന്ന ഫോർമുലകൾ ആവശ്യമാണ്. കോമ്പിനേഷൻ സ്കിന്നിനായി കുറച്ച് മേക്കപ്പ് ടിപ്പുകൾ ഇതാ. സ്കിന്നിലെ അഴുക്കുകൾ നീക്കം ചെയ്യുകയും ജലാംശം നൽകുകയും ശാന്തമാക്കുകയും ചെയ്യുന്ന ജെന്റിൽ ക്രീം അല്ലെങ്കിൽ ജെൽ ക്ലെൻസർ ഉപയോഗിക്കുക. T സോണിനെ മാറ്റിഫൈ ചെയ്ത് മുഖത്തെ ബാക്കി ഭാഗങ്ങളിൽ ജലാംശം നൽകുന്ന സെറമുകൾ പ്രയോഗിക്കുക. ദിവസം മുഴുവൻ എണ്ണ നിയന്ത്രിക്കാൻ T സോണിൽ ഒരു മാറ്റ് പ്രൈമർ ഉപയോഗിക്കുക. ഇടത്തരം കവറേജ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുക. സെൻസിറ്റീവ് ചർമ്മം ചുവന്ന പാടുകളും സുഷിരങ്ങളും കൊണ്ട് അതിലോലമായതാണ്. ഇതുമൂലം ഇറിറ്റേഷൻ, റെഡ്നെസ്, ഇൻഫ്ലമേഷൻ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള ചർമ്മത്തിന് ഈ പ്രശ്നങ്ങളെ ചെറുക്കുന്ന ചേരുവകളുടെ സംയോജനം ആവശ്യമാണ്. ഡിറ്റർജന്റുകൾ, വെള്ളം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, താപനിലയിലെ വ്യതിയാനങ്ങൾ എന്നിവയോടുപോലും ഈ സ്കിന്നിന് അലർജിയാണ്. സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിനുള്ള ചില മേക്കപ്പ് ടിപ്പുകൾ ഇതാ. ഇറിറ്റേഷനോ അലർജി റിയാക്ഷനോ ഒഴിവാക്കാൻ സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് തുടങ്ങിയ മിനറൽ ബേസ്ഡ് അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ദിവസം മുഴുവൻ നിങ്ങളുടെ ചർമ്മത്തെ ഫ്രഷ് ആക്കുന്ന ഒരു കൂൾ ഫേഷ്യൽ മിസ്റ്റ് അല്ലെങ്കിൽ ടോണർ ഉപയോഗിക്കുക. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതും സ്ക്രബുകളും സെൻസിറ്റീവ് ചർമ്മത്തെ ഇറിറ്റേറ്റ് ചെയ്യും. അതിനാൽ അവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം. പഠിച്ചത് റിവൈസ് ചെയ്യാം. ക്ലൈൻ ഡ്രേപ്പിംഗ് നടത്തുക. ക്ലൈനിൻ്റെ സുഖവും സുരക്ഷയും ഇൻഫെക്ഷനിൽ നിന്നോ അലർജിയിൽ നിന്നോ ചർമ്മത്തെ സംരക്ഷിക്കുന്നതും വസ്ത്രങ്ങളെ കറയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതാണ് ഡ്രേപ്പിംഗ്. ഒരു ക്ലൈനിൻ്റെ ഡ്രേപ്പിങ്ങിന് മുൻപുള്ള നിർദ്ദേശങ്ങൾ: 3 തരം ഡ്രേപ്പിംഗ്: ഡ്രൈ ഡ്രേപ്പിംഗ്, വെറ്റ് ഡ്രേപ്പിംഗ് ആൻഡ് കെമിക് ഡ്രേപ്പിംഗ്. മേക്കപ്പിനായി സ്കിൻ അനാലിസിസ് നടത്താം. ചർമ്മത്തെ 5 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 നോർമൽ സ്കിൻ, 2 ഡ്രൈ സ്കിൻ, 3 കോമ്പിനേഷൻ സ്കിൻ, 4 ഓയിലി സ്കിൻ, 5 സെൻസിറ്റീവ് സ്കിൻ. ഈ ക്ലാസ്സിൽ പഠിച്ച പോയിന്റുകൾ വരാനിരിക്കുന്ന സെഷനുകളിൽ നിങ്ങളുടെ ബേസായി പ്രവർത്തിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.